എന്തുകൊണ്ട് ഇത്തരം ഒരു സോക്കർ ലീഗിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ആ ചിന്ത കേരളത്തിൽ പിറന്നു എന്ന ചോദ്യത്തിന് ഉത്തരത്തിൽ തന്നെ ഈ ചോദ്യത്തിനുള്ള ഉത്തരവുമുണ്ട്. എന്തുകൊണ്ടാണ് ഒരു സോക്കർ ലീഗ്, എന്തുകൊണ്ടാണ് ISL 45% വ്യൂവർഷിപ്പ് കേരളത്തിൽ നിന്നുണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് ISL ഏറ്റവും വലിയ ഫാൻ ഫോളോയിങ് ഉള്ള ടീമുകളിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സായി മാറുന്നത്? കേരളത്തിന് ഫുട്ബോൾ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു വലിയ വികാരം തന്നെയാണ്. ആ വികാരത്തിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അത്തരം ഒരു വലിയ സോക്കർ ഫാൻ കമ്മ്യൂണിറ്റി കേരളത്തിലുണ്ട് എന്ന തിരിച്ചറിവിൽ തന്നെയാണ് ഇത്തരം ഒരു വലിയ ലീഗ് വലിയ ഇൻവെസ്റ്റ്മെന്റോടുകൂടി വലിയ രീതിയിൽ സംഘടിപ്പിക്കാനുള്ള ഒരു ധൈര്യം ഞങ്ങൾക്കുണ്ടായത്. അതിനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ഗ്രാസ് റൂട്ട് ലെവലിൽ കേരളത്തിൽ സ്കിൽ അവൈലബിൾ ആയിട്ടുള്ള സ്പോർട്ട് സോക്കർ ആണെന്നാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അത് കേരളത്തിന്റെ മുഴുവനുള്ള ഭാഗങ്ങളിൽ ജില്ലകളിൽ സോക്കറിന് ഒരു പ്രത്യേക ഒരു കണക്ട് ഉണ്ട് നമ്മുടെ ഡെമോഗ്രാഫിക് ആയിട്ട് എന്ന് ഞങ്ങൾ കരുതുന്നു. അപ്പൊ ആ സ്കില്ല് അവിടെ അവൈലബിൾ ആയിട്ടുള്ള പ്ലെയേഴ്സിന് അവരുടെ ഒരു ഓപ്പർച്യൂണിറ്റി പ്രസന്റ് ചെയ്യുക എന്നൊരു വലിയ ഓണർ, ഒരു വലിയ പ്രിവിലേജ് കൂടി ഞങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നു എന്ന് ഞങ്ങൾ കരുതുന്നു. എന്റെ ചോദ്യം ശ്രീ ജോബോൺ അഞ്ചലിയോടാണ് ചോദിക്കുന്നത്. വന്ദന, ഏഷ്യനെറ്റ് ന്യൂസിലാണ്. ഇന്ത്യൻ ഫുട്ബോളിന്റെ എല്ലാ കാലത്തെയും മലയാളി അഡ്രസ്സാണ് താങ്കൾ. ഇപ്പം പല ക്ലബിൽ കളിച്ചിട്ടുണ്ട്, ദേശീയ ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. കേരളത്തെ പോലെ ഫുട്ബോൾ പ്രാന്തന്മാരുടെ നാട്ടിൽ പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരുമായിട്ടാണ് ഈ കളി പഠിപ്പിക്കാൻ പോകുന്നത്. അത് വിദേശത്ത് വന്ന ഒരു കോച്ചിൻ്റെ ഒപ്പം എങ്ങനെയാണ് ഈ എക്സ്പീരിയൻസിനെ താങ്കൾ കാണുന്നത്? അത് ഞാൻ ഒരുപാട് കളിച്ചിട്ടുണ്ട്. ഒരുപാട് ഫോറിൻ പ്ലേയേഴ്സിനോട് ഞാൻ കളിക്കുന്ന കാലത്ത് ഒരുപാട് ഫോറിൻ പ്ലേയേഴ്സുകളുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇവരെ അതായത് കളിക്കുന്നതും കോച്ചിങ്ങും നല്ല വ്യത്യാസമുണ്ട്. കളിക്കുമ്പോൾ നമ്മൾ കോച്ച് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. ഇവിടെയാകുമ്പോൾ നമ്മൾ കോച്ച് നമ്മൾ എന്താണോ പഠിച്ചിട്ടുള്ളത് അത് പ്ലെയേഴ്സുമായിട്ട് ഇപ്പോൾ എൻ്റെ ചീഫ് കോച്ച് ഉണ്ട്, അപ്പോൾ കോച്ചുമായ ചർച്ച ചെയ്ത് ഏതൊക്കെ പ്ലെയേഴ്സ് അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ പുറത്തുനിന്ന് നമ്മൾ SLK കുറിച്ച് പറയുമ്പോൾ തന്നെ വളരെ പ്രൊഫഷണൽ അപ്രോച്ചാണ് പ്രശ്നങ്ങൾ കാണുന്നത്. ഒരുപാട് ക്രൈറ്റീരിയ ഉണ്ട് SLK. ഇപ്പോൾ പുറത്തുനിന്ന് പ്ലെയേഴ്സും ഇന്ത്യൻ പ്ലെയേഴ്സും അവരെ നല്ലപോലെ മിങ്കിൾ ചെയ്യിച്ച് കളിക്കാൻ അവർക്ക് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് വരണം. ഫുട്ബോൾ കുറച്ച് ടൈം എടുക്കുന്നതൊക്കെ ഇപ്പോൾ നമ്മൾ ഷോർട്ട് പീരീഡാണ്. അത് എനിക്ക് തോന്നുന്നു നല്ലൊരു മേഖലയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നുള്ളതാണ്. ഇപ്പോൾ ഈ പുതിയ ലീഗാണ് ആദ്യത്തെ സീസണാണ്. അപ്പോൾ ഈ VR പോലത്തുള്ള സാങ്കേതികതകൾ ഉണ്ടാകുന്നുള്ള സംഭവങ്ങളൊക്കെയാണ് താല്പര്യം. അത് എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ VR ആക്കാൻ കുറച്ച് ടൈം എടുക്കും. കാരണം ഇവിടെ നമ്മുടെ ISL വരെ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ ആണെങ്കിൽ കളി നടക്കില്ലേ. അതിനുശേഷം നമുക്ക് ഈ വർഷം നമ്മളിപ്പോൾ കുട്ടി പറഞ്ഞ പോലെ ഇതൊരു തുടക്കമാണ്. ഇവിടെയാണ് നമ്മുടെ കളികൾ കണ്ട് കാണികൾ വരണം. അതാണ് നമുക്ക് ഏറ്റവും അത് നമുക്ക് എപ്പോഴും ഒരു പിക്ചർ ഉണ്ടായിരിക്കണം. അതായത് SLK നല്ലൊരു ലീഗായി മാറും എന്നുള്ളത് നമുക്ക് വിശ്വാസമുണ്ട്. എന്തായാലും ഈ വർഷത്തെ കളികൾ നല്ല കളികൾ തന്നെയായിരുന്നു. 4 ടീമുകൾ പിന്നെ അതുപോലെ ഒരുപാട് നല്ല പ്ലേയേഴ്സുണ്ട്. അത് കേരളത്തിൽ ഇന്ന് നമുക്ക് കിട്ടുന്നു. അതായത് കേരളത്തിൻ്റെ ഫുട്ബോൾ നമ്മൾ കൊണ്ടുവരാനാണ് നോക്കുന്നത് ഇന്ത്യയിൽ. അതിനുള്ള ഒരുപാട് പ്ലേയേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാ ക്ലബുകൾക്കും നല്ല നല്ല പ്ലേയേഴ്സ് ഉണ്ട്. അത് നോക്കാറുണ്ട്. നല്ല വളരെ please introduce yourself and the channel, please. From Movement Broadcast. ഒരു ആക്ടർ എന്ന നിലയിൽ ഇന്ത്യൻ പ്രേക്ഷകർക്ക് പൃഥ്വിരാജ് പറഞ്ഞ ഒരാളെ സുപരിചിതമാണ്. ഒരു ടീം ഓണർ എന്ന നിലയിൽ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആ സ്പിരിറ്റ്? നല്ല സ്പിരിറ്റാണ്. അതായത് ആ ഫീൽഡ് ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് വരില്ല. അതായത് ഫുട്ബോളിൽ നല്ലപോലെ കാഴ്ചപ്പാടുണ്ട്. ഫുട്ബോൾ കളിച്ചൊക്കെ പറഞ്ഞത് ഫുട്ബോൾ ചെറുതായിട്ട് എന്തായാലും ഉണ്ടായിരുന്നു പെട്ടെന്ന്. എന്തായാലും പിന്നെ ആരുടെ ബോഡിയുള്ള കോർപ്പറേറ്റ്സ് ഉണ്ട്, അവരൊക്കെ നല്ലപോലെ സപ്പോർട്ടാണ്. അതൊക്കെ തന്നെയാണ്. അതായത് ഒരാൾ തിരിച്ചറിയാൻ ഫുട്ബോളിന് ഇഷ്ടമില്ലാണ്ട് ഒരാൾ ഒരു ഇതിലേക്ക് വരില്ലല്ലോ. എന്തായാലും പൃഥ്വിരാജിന് എന്തായാലും ഇൻട്രസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഫോഴ്സ കൊച്ചിയുടെ ഒരു കോർണറായി മാറിയിരിക്കുന്നത്.